ഒരു ഘട്ടത്തിൽ KPCC പ്രസിഡന്റ്, അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ അഭിമാനകരമായ പദ്ധതിയാണ്, അത് നിങ്ങൾ മാതൃകയാക്കണം എന്നാണ്. അപ്പോഴാണ് അധികാരത്തിന്റെ കസേര ഉറപ്പിക്കാൻ വേണ്ടി സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വം തള്ളിപ്പറയാൻ ഉൾപ്പെടെ ആ രക്തസാക്ഷിത്വത്തിന് കാരണക്കാരായിട്ടുള്ള കൊലയാളികളുമായി കൈകോർത്ത് പിടിച്ച ഒരാൾ വന്നിട്ട് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ അനാവശ്യമാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത്തരം അവസരവാദികൾക്കൊന്നും സ്ഥാനമുണ്ടാവില്ല ചരിത്രത്തിൽ എന്നാണ് അത്തരം ആളുകളെ ഓർമ്മപ്പെടുത്താനുള്ളത്. ജി സുധാകരനെ പോലെയുള്ള വലതുപക്ഷത്തിന്റെ അവസരവാദ രാഷ്ട്രീയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും പുലമ്പിയാൽ നാളെ മുതൽ ഡിവൈഎഫ്ഐ ഇത്തരം പദ്ധതികളെല്ലാം ഉപേക്ഷിച്ച് പോകും എന്നുള്ള ഒരു ധാരണയും വേണ്ടതില്ല. ശക്തമായ നിലയിൽ തന്നെ ഡിവൈഎഫ്ഐ കേരളത്തിലെ ആശുപത്രികളിൽ പൊതിച്ചോറുകൾ കൊടുത്തും രക്തം ദാനം ചെയ്തും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കാനുള്ളത്.